നിങ്ങൾക്ക് എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ വളരെ ചിലവ് കുറഞ്ഞ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. മറ്റൊന്നുമല്ല, കുമ്പളങ്ങയാണ്. അപ്പോൾ ഏത് സീസണിൽ ലഭിക്കുന്ന ഒരു വെജിറ്റബിളായ കുമ്പളങ്ങ വെച്ചിട്ടൊരു സൂപ്പർ ടേസ്റ്റ് അച്ചാറാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. നിങ്ങൾ അച്ചാർ പ്രേമികളാണെങ്കിൽ കറി വയ്ക്കാനായിട്ട് കുമ്പളങ്ങ വാങ്ങിക്കുമ്പോൾ കുറച്ചധികം വാങ്ങിച്ചോളൂ. നല്ല അടിപൊളി അച്ചാർ നമുക്ക് ഉണ്ടാക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കാൻ എടുക്കുന്നത് വീട്ടിലുണ്ടായ കുമ്പളങ്ങ വെച്ചിട്ടാണ്. നമ്മൾ നട്ടതൊന്നും അല്ല കേട്ടോ, തന്നെ വിത്ത് മുളച്ചുണ്ടായതാണ് കേട്ടോ. 2 ചെടി ഉണ്ടായിരുന്നു. അതിൽ ഓരോ കുമ്പളങ്ങയും നമുക്ക് കിട്ടി. ഒരുപാട് വലുതൊന്നും അല്ല, ചെറിയ കുമ്പളങ്ങയായിരുന്നു. അപ്പോൾ അതിൻ്റെ പകുതി മാത്രമാണ് നമ്മൾ അച്ചാർ ഇടാൻ എടുക്കുന്നത്. ഏതാണ്ട് 3/4 കിലോളം വരും. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എടുക്കുമ്പം കുറച്ച് കഴമ്പുള്ള കുമ്പളങ്ങ എടുക്കാനായിട്ട് നോക്കണേ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു 2.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഉലുവ വറുത്ത് പൊടിച്ചതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1.5 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമുക്ക് വേണ്ട എരിവും കളറൊക്കെ അനുസരിച്ചിട്ട് ആദ്യം ഒന്ന് അല്പം ഇട്ടിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ഒരു 6 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. നമ്മളിതിനു മുമ്പ് പപ്പായ വെച്ചിട്ടും അമ്പഴങ്ങ വെച്ചിട്ടും അച്ചാറുണ്ടാക്കിയിട്ടുണ്ട്. കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഈ വീഡിയോക്കൊപ്പം കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിച്ചതിന് ശേഷവും ഒന്നുകൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചുരുങ്ങിയത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതൊരുപാട് വാട്ടർ കണ്ടൻറ്റുള്ള പച്ചക്കറി ആയതുകൊണ്ട് നമ്മൾ ഉപ്പിട്ട് വയ്ക്കുമ്പോൾ ഇതുപോലെ ഒരുപാട് വെള്ളം ഫോം ചെയ്യും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് നല്ല ചാറോട് കൂടിയുള്ള അച്ചാറുണ്ടാക്കാം. അപ്പോൾ ഒരു ചീനച്ചട്ടി ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്കൊരു 3 ടേബിൾ സ്പൂൺ എള്ളെണ്ണ ഒഴിച്ചു കൊടുക്കാം. ജിഞ്ചലി ഓയിൽ നന്നായിട്ട് ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായിട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും പൊട്ടിക്കഴിയുമ്പോൾ നമുക്കിതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഒന്ന് മിക്സ് ചെയ്യാം. ആ ഒരു സമയം മാത്രം എടുത്താൽ മതി. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു 8 വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ അളവ് നമുക്ക് ഇഷ്ടമനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളകും കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് വേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് 1/2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുവരെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണം. മിസാസ് കിച്ചൻ്റെ മറ്റു റെസിപ്പീസും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ മുളക് പൊടി മിക്സ് ചെയ്ത് വെച്ച കുമ്പളങ്ങയും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മളിതിനു മുമ്പ് ഒരുപാട് അച്ചാറിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇറച്ചി അച്ചാർ, മീനച്ചാർ, നാരങ്ങ അച്ചാർ, എരിവില്ലാത്ത നാരങ്ങ അച്ചാർ, പിന്നെ ഡേറ്റ്സ് നാരങ്ങ കൂടി ഇട്ടത്, പിന്നെ കറിനാരങ്ങ അച്ചാർ, അങ്ങനെ ഒരുപാട് അച്ചാറുകൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കണ്ടു നോക്കണേ. അതായത് ഇപ്പം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് വെട്ടി തിളക്കുമ്പോൾ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ കുമ്പളങ്ങ ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകരുത്. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് കുറയും. അപ്പോൾ ഒരുപാട് വേവിക്കേണ്ട ആവശ്യമില്ല. ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം പിന്നെ ചീനച്ചട്ടിയിൽ അധികം നേരം എടുത്ത് വയ്ക്കരുത്. നമുക്കിത് വേറൊരു സ്റ്റീൽ പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള, അതായത് നനവൊന്നും ഇല്ലാത്ത നല്ല ഉണങ്ങിയ സ്റ്റീൽ പാത്രത്തിലേക്ക് ഇത് മാറ്റണേണ്. ഇത് നല്ല ചൂടുള്ള കാരണം കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിൻ്റെ ചൂട് കുറച്ച് ആറുമ്പോൾ ഇതൊന്നും കൂടെ തിക്കായിട്ട് വരും. ഇതിൻ്റെ ചൂട് അല്പം ഒന്ന് കുറഞ്ഞപ്പോൾ കുറച്ച് തിക്കായിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇത് തിക്കായിട്ട് വന്നോളും. അതായത് ഇപ്പോൾ നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു ചില്ലിൻ്റെ എയർ ടൈറ്റ് ജാറിലേക്ക് മാറ്റാം. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്